വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെ സൈനിക നടപടികൾ തുടർന്ന് ഇസ്രായേൽ സൈന്യം. ആശുപത്രിയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇതുവരെ ഏറ്റെടുക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. അൽഷിഫയ്ക്ക് ഉള്ളിൽ ഹമാസും ഇസ്ലാമിക് ജിഹാദ് ഭീകരരും ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സൈനിക നീക്കം നടക്കുന്ന ഗാസയിലെ അൽഷിഫയിൽ ഭീകരർ ഇനിയുമുണ്ടെന്ന് ഇസ്രായേൽ സേനാ വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. ആശുപത്രിയിലെ അത്യാഹിത വാർഡുകളിലും മെറ്റേണിറ്റി വാർഡുകളിലും ഭീകരർ ഉണ്ടെന്നും അവർ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ എറിയുകയും ചെയ്തുവെന്ന് ഹഗാരി പറഞ്ഞു. ഇതുവരെ അൽഷിഫ ആശുപത്രിയിൽ നടന്ന സൈനിക നടപടികളിൽ 170 ഭീകരരെ ഇസ്രായേൽ വധിച്ചു. 100ഓളം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരരെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു. ഗാസയിലെ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടികളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സേനാ വക്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും ഇസ്രായേൽ സൈന്യം തടവിൽ വച്ചിരിക്കുകയാണെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ആരോപിക്കുന്നു. ഇസ്രായേൽ സൈന്യം ഈ ആരോപണം നിഷേധിച്ചു. അതേസമയം ഗാസയിലെ ഖാൻ യൂനിസിലെ അൽ-അമാൽ ആശുപത്രിക്ക് സമീപം ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. അൽ-ഷിഫ പോലെ തന്നെ തീവ്രവാദ സംഘങ്ങൾ അൽ-അമാൽ ആശുപത്രിയും പരിസരങ്ങളും ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.